എൻ്റെ ഭാഷ പറഞ്ഞാൽ കണ്ണായി കൊണ്ടായ സംസാരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു. ഡവറയോളി അണ്ണൻ വായ തുറന്നാൽ പിന്നെ ചുറ്റും നിൽക്കുന്നവർക്ക് ചിരിയടക്കാൻ കഴിയില്ലെന്നത് വാസ്തവം. കഴിഞ്ഞ ദിവസം പൂജപ്പുര ഗവൺമെന്റ് ആശാഭവനിലെ അച്ഛനമ്മമാർക്കൊപ്പം മലയാളികളുടെ സ്വന്തം മുകേഷ് ഏട്ടന്റെ പിറന്നാൾ ആഘോഷിക്കുവാനെത്തിയ ഡവറയോളി അണ്ണൻ മീഡിയയ്ക്ക് മുന്നിൽ വിശേഷങ്ങൾ പങ്കുവച്ചപ്പോൾ ശരിക്കും ഒരു ചിരിയുടെ മാലപ്പടക്കമായിരുന്നു അവിടെ. ചേട്ടാ, എങ്ങനെയുണ്ട് സിനിമാ വിശേഷങ്ങളൊക്കെ? ആദ്യം തന്നെ സിനിമ 3 സിനിമയായി, ഇനി വന്നാലെന്താ സമയമില്ല. അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കണം. ചേട്ടാ, നമ്മുടെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ബിഗ് ബോസ് ആണല്ലോ. ബിഗ് ബോസ് കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ കാണാറില്ല. അതിന് സമയം കിട്ടാറില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് എൻ്റെ ഇൻസ്റ്റയിൽ കയറി നോക്കി അറിയാം. കഴിഞ്ഞ ദിവസം അടുത്തിടെ കണ്ടിരുന്നു സാധനം. ഈ ബിഗ് ബോസ്, നിലവിലുള്ള ബിഗ് ബോസ് ഇപ്പോൾ അഭിപ്രായം കേൾക്കുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നു? നിലവാരമുണ്ടോ? അല്ല, കുറേ ആൾക്കാർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. കാരണം എവിടെ പോയാലും ഇതിനെക്കുറിച്ച് എൻ്റെ ഭാഷ പറഞ്ഞാൽ കണ്ണായി കൊണ്ടായ സംസാരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു. അങ്ങനെയാണല്ലേ? എന്താ പുതിയ ഇപ്പം ചേട്ടൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ കുറേ ആൾക്കാർ നല്ല കമൻറ്റ് ഇടാറുണ്ട്. ചില ആൾക്കാർ ഇത് സംസാര ശൈലി ശരിയാണെന്നല്ലോ, ഇതൊക്കെ എങ്ങനെ നോക്കി? അതൊക്കെ എന്നെക്കാളും കട്ടയ്ക്ക് ചീത്ത വിളിക്കുന്ന പെണ്ണുങ്ങളില്ലേ, അവരെയൊക്കെ പറയാത്തുണ്ട്. അതൊക്കെ ഉള്ളത് തന്നെ, സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഉള്ളത് തന്നെ. പിന്നെ കേസാവും, വഴക്കാവും, അത് അതിൻ്റെ വഴിക്ക് പോകും, നമ്മളെ വഴിക്ക് പോകും. ഇങ്ങനത്തുള്ള സാധനമൊക്കെ വരുമ്പോൾ നമ്മൾ പേടിച്ച് മാറുന്നൊന്നുമില്ലല്ലേ? എന്തിന്? എന്നെക്കാളും ഒരുപാട് തെറി പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ശിശു. സുചേട്ടൻ നല്ല കമ്പനിയാണല്ലേ? മുകേഷ് ഏട്ടനുമായിട്ട് പിന്നെ ഇപ്പോൾ ബർത്ത്ഡേക്ക് ഇവിടെ വന്ന അങ്ങനെ നേരത്തെ അറിയിച്ചിരുന്നോ പരിപാടി? ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള എന്തോ ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് എനിക്കറിയാം. അപ്പോൾ ഉള്ള സമയത്തിനിടെ കൂടെ ഓടിങ്ങ് വന്നു. അറിയുള്ളൂ. ഇപ്പോൾ ഡവറോളിയാണ് എൻ്റെ പേജ് എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് പേജ്. ഇപ്പോൾ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാർ കാത്തിരിക്കുകയാണ് എന്താണ് കണ്ടന്റ് എന്നുള്ളത്. കണ്ടന്റ് ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ഈ മീൻ ചത്ത് പൊങ്ങിയത്, ഇപ്പം നമുക്ക് കണ്ടന്റില്ലേ ഉള്ളൂ. ടി വിയുടെ ഫ്രണ്ടിൽ ചെന്നിരുന്നാൽ 100 കണ്ടന്റാണ് കിട്ടുന്നത്. അപ്പോൾ യാത് ചെയ്യണോ എന്നുള്ള ഒരു എപ്പോഴാണ്. ഈ മഴയൊക്കെ പെരുമഴക്കാലമാണ്, ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലേ? തന്നെ അതൊക്കെ പരിപാടിയല്ലേ, റോഡെല്ലാം വെട്ടിക്കുഴിച്ച് ആകെ പ്രശ്നമായിട്ട് കിടക്കുകയില്ലേ. ഇതൊക്കെ നേരത്തെ തുടങ്ങി, ഒരു പ്ലാനിങ് ഇല്ല. അതിൽ പറ്റിയതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറെ മതിയാ? മത്ത് പിന്നെ നമ്മുടെ അണ്ണൻ വന്നു. എന്താ പറയാനുള്ളത്? ഇതാണ് യഥാർത്ഥ ഒരു സൽപ്രവൃത്തി എന്ന് പറയുന്നത്. വേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എടുത്തു പറയേണ്ട കാര്യമില്ല. വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ആളുമാണ്. ഇന്ന് വരാൻ പറ്റിയത് ഭാഗ്യമായി. എല്ലാ വർഷവും കൊടുക്കണം തന്നെ, അത് തന്നെ ഒരു മഹാഭാഗ്യം. പക്ഷേ 100 മാർക്ക്. അതുമല്ല അണ്ണൻ്റെ ഉപദേശങ്ങൾ നമ്മൾ ഇതേപോലെ എപ്പോഴും നിൽക്കണം. എത്ര കാലം വർഷം ഇങ്ങനെ നിന്നാലേ നമ്മളിവിടെ നിന്നാലേ നമുക്ക് 150 ആയുസ് കിട്ടണം. അതാണ് മെയിൻ. 150 വയസ്സിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്കൊക്കെ രക്ഷപ്പെടാം.